നമസ്കാരം. കേരളത്തിലെ പോലീസ് സംവിധാനം രണ്ട് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, നീതിയുക്തമായ ഒരു പോലീസ് സംവിധാനം. വളരെ നല്ല പോലീസാണ്. കേരള പോലീസ് തന്റെ ചീത്തപ്പേര് കേൾപ്പിക്കാത്ത, ഉത്തരവാദിത്വ ബോധമുള്ള, കൃത്യനിർവഹണ ബോധമുള്ള ശരിക്കുള്ള പോലീസുകാർ കൂടുതലാണ് അവർ. എന്നാൽ എണ്ണത്തിൽ കുറഞ്ഞിട്ടുള്ള ചില പോലീസുകാരുണ്ട്. ആ പോലീസുകാരുടെ പണി എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ആജ്ഞ അനുസരിച്ച്, ഏത് വകുപ്പ് മന്ത്രിയുടെ, പിണറായി അടക്കമുള്ളവരുടെ ആജ്ഞ അനുസരിച്ച് നീതിരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ അവരുടെ തണലിൽ ആഘോഷിച്ച് നടക്കുന്ന ഒരു വിഭാഗം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ആ ഒരു വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അത്തരത്തിലുള്ള പോലീസിനെ ഒന്നുകിൽ അവർ തോന്നിയതുപോലെ അഴിഞ്ഞാടി നടക്കുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഒക്കെ പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്നു, ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മയക്കുമരുന്ന് കേസ് നമ്മുടെ സമീപത്ത് പിടിക്കേണ്ടായി. വലിയ വാർത്ത വന്നത് കഞ്ചാവ് റൂമിൽ നിന്ന് പിടിച്ചു എന്നൊക്കെയാണ്. അതിന്റെ വാർത്ത ഞാൻ വേറെ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഞാനൊന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പോലീസുകാരന് വാടക കൊടുത്തിരുന്നതാണ്. ആ പോലീസുകാരൻ കഞ്ചാവ് കച്ചവടം നടത്തിയതാണ്. എന്നിട്ട് രണ്ട് ഗ്രൂപ്പുകളുടെ രണ്ട് വിഭാഗങ്ങളുടെ തർക്കം മൂലം ആ ബിൽഡിംഗ് ഉടമയായ അയാൾ കൂടെ കഞ്ചാവ് കേസിലെ പ്രതിയായി ഇപ്പൊ അകത്താണ്. കഞ്ചാവല്ലല്ലോ, എന്താണ്, MDMA ആണ്. വലിയ കേസാ, ജാമ്യം കിട്ടുമല്ലോ എന്ന് കണ്ടറിയണം. അതായത് കള്ളക്കേസിൽ കുടുക്കി അകത്തിടുന്നത് പോലീസുകാർ തന്നെയാണ്. പോലീസുകാരന് കച്ചവടം നടത്തിയിട്ട് അവസാനം തങ്ങൾക്ക് പണിയാവുന്ന കാണുമ്പോൾ ആ പണിയാകുന്ന ആൾക്കാരെ തന്നെ കേസിൽ കുടുക്കി അകത്തിടുക. ഈ വാടക വീട്ടില് പോലീസുകാരനായതുകൊണ്ടാണ് വാടക കൊടുത്തിരുന്നത്. പോലീസുകാരൻ അവിടെ MDMA കച്ചവടം നടത്തണമെന്ന് അറിയില്ലല്ലോ, അല്ലെങ്കിൽ അതിന് കൂട്ടുകയാണെന്ന് അറിയില്ലല്ലോ. ഏതായാലും ഇപ്പോ കെട്ടിട ഉടമ അകത്തും പോലീസുകാരൻ പുറത്തുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊണ്ടോട്ടിയിൽ നടന്നിട്ടുള്ള ഈ പരിസരത്ത്, അരീക്കോട് പരിസരത്ത് നടന്നിട്ടുള്ള ഒരു കേസിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പോട്ടെ, അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഏതായാലും പോലീസ് ഇത്തരത്തിൽ ഗുണ്ടായുസവും കള്ളക്കടത്തും ഭീകരാവസ്ഥയും സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടുകൂടിയാണ്. ആഭ്യന്തര വകുപ്പാകട്ടെ ഈ പറയുന്ന വിഭാഗത്തെ കയറടിച്ചു വിട്ടിരിക്കുന്നു. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മുഴുവൻ പിടിച്ചകത്താക്കുക. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം അതിന് ഉദാഹരണമാണ്. അതിനു വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് ഈ പോലീസിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു. ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് ഈ പോലീസുകാർ ബാക്കിയുള്ളവർക്ക് കളിപ്പിക്കുന്നു. പോലീസിനെ ആഭ്യന്തര വകുപ്പും കളിപ്പിക്കുന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലീസിനെ മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അത്തരത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ചില വികൃതികളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത്. കഴക്കൂട്ടത്ത് കുറച്ച് പോലീസുകാർ, ഒരു ഗ്രേഡ് SI, ഒരു ബിനു, പിന്നെ CPOമാര് അരുൺ, രതീഷ്, അഖിൽ രാജ്, അരുൺ MS, മനോജ് കുമാർ, 5 പേര് പൊതു ഇടത്തിൽ വെച്ച് മദ്യപിക്കാൻ പാടില്ല എന്നാണ് കേസ്, അല്ലെ, വകുപ്പ്. അതായത് ഏതെങ്കിലും ഒരു പൗരൻ ബിവറേജിൽ നിന്ന് ക്യൂ നിന്ന് ഒരു ലേശം എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നിട്ട് വല്ല പുഴവക്കത്തോ വല്ല ആറ്റുവക്കത്തോ അതല്ലെങ്കിൽ വല്ല കുളത്തിന്റെ വക്കത്തോ എവിടെയെങ്കിലും ചെന്നിരുന്ന് ആള് മനുഷ്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്ന് 2 എണ്ണം അടിച്ചൊരു അച്ചാറും കുറിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തൊപ്പിയും ഈ തലക്കെട്ടും വെച്ചിട്ടുള്ള ഈ സാധനങ്ങൾ അവിടെ വന്നിട്ട് അവരെ പൊക്കിയിട്ട് പൊതുസ്ഥലത്ത് എന്തൊക്കെയാ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്ത് അവനെ അകത്തിടും. ഇതാണല്ലോ ചെയ്യല്. എന്നാൽ ആ ഏമാന്മാര് തന്നെ മേലധികാരിയുടെ അനുമതി വാങ്ങിയിട്ട് സമീപത്തുള്ള ഒരു ഹോട്ടൽ ഉടമയുടെ മോന്റെ ആരുടെ കല്യാണത്തിന് പോകാനുള്ള അനുമതി വാങ്ങി തൊപ്പിയും കുപ്പായൊക്കെ മാറ്റി ഇറങ്ങി, എന്നിട്ടൊരു വണ്ടിയിൽ ഇരുന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിലെ കൊണ്ട് ഒതുങ്ങിയിരുന്ന് നല്ലതുവണ്ണം 2 എണ്ണം അങ്ങോട്ട് അടിച്ചു. വിശാലമായിട്ട് നേരത്തെ പറഞ്ഞ ഏമാന്മാരങ്ങോട്ട് അടിച്ചിട്ട് ആ മദ്യം കഴിച്ചിട്ടുണ്ട് തന്നെ വണ്ടി ഓടിച്ചു പോയി. മദ്യപിച്ച് വാഹനം ഓടിക്കൽ കുറ്റമാണോ? ആണ്. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കൽ കുറ്റമാണോ? ആണ്. എന്നാൽ ഈ ഏമാന്മാർ അതെല്ലാം ചെയ്തിട്ട് നേരെ കല്യാണത്തിന് പോയെന്ന് മാത്രമല്ല, പോയി പള്ളം നിറച്ച് കയറ്റിയതിനു ശേഷം തിരികെ വന്നിട്ട് ഡ്യൂട്ടിയും ചെയ്തു. അതായത് മദ്യപിച്ച് പോലീസ് ഡ്യൂട്ടി ചെയ്തു. യൂണിഫോം എടുത്തിട്ട്, യൂണിഫോമിൽ മദ്യപിക്കാൻ പറ്റുമോ? പറ്റൂല. വീട്ടിൽ പോയിരുന്നിട്ട് വേണമെങ്കിൽ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് എണ്ണം അടിച്ചിട്ട് അവിടെ ഇരിക്കാം, ഉറങ്ങേ, ചാടിക്കുത്ത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടെ ആ 2 എണ്ണം അടിച്ച് പോയി കല്യാണ ചോറും കൊണ്ട് ബിരിയാണിയും കയറ്റി കോഴിക്കാലും തിരികെ കയറ്റിയതിനു ശേഷം വന്നിട്ട് ആ കള്ളോട് കൂടി യൂണിഫോം എടുത്തിട്ട് പണി അങ്ങോട്ട് തുടങ്ങി. ഇതാണ് യമന്മാരുടെ പണി. ഏതായാലും ആ സ്റ്റേഷനിൽ, കഴക്കൂട്ടം സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വന്ന ഏതോ ഒരു വിദ്വാൻ ഈ പണി അങ്ങോട്ട് വീഡിയോ എടുത്തു, സുന്ദരമായിട്ട് വീഡിയോ എടുത്തു, ആളങ്ങോട്ട് പബ്ലിഷ് ചെയ്തു. സംഗതി പണിയായി നാറി. ഇപ്പോ ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. അത് മാത്രമല്ല, നമ്മളെ ഏമാനുണ്ടല്ലോ, വണ്ടി ഓടിച്ച ഏമാൻ, അയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് മറ്റൊരു കേസ് വരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു കള്ളക്കേസിൽ പെട്ടാല് ആ കള്ളക്കേസിൽ പെട്ടവനെ ചിത്രം അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് കാണിക്കും. ഞാനും
എന്നെയും അതുപോലെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ വാർത്ത നിരത്തിയിട്ട് ചാനലുകൾ നിരന്ന് നിന്ന് എന്നെയും ചർച്ചയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ തെറ്റ് ചെയ്തോ അല്ലെന്ന് തെളിയിച്ചിട്ടില്ല. എന്റെ കേസ് കോടതിയിൽ നിലനിൽക്കുമോ, അത് യഥാർത്ഥ കേസാണോ എന്ന് ആർക്കും അറിയില്ല. അറിയുന്നതിന് മുമ്പ് എന്റെ നേരെ ഈ പിണറായിയുടെ പോലീസ് ഇത്തരത്തിൽ ഞാനിരുന്ന് വീഡിയോ ചെയ്യുന്നത് കൊണ്ട്, വിമർശിക്കുന്നത് കൊണ്ട് എടുത്തിട്ടുള്ള കേസ് FIR ഇട്ട് ജാമ്യമുള്ള വകുപ്പുകളിട്ട് കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കേണ്ട കേസ്, നോട്ടീസ് തന്ന് വിളിക്കേണ്ട കേസ്, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതി മാറ്റി ഹാജരാക്കി റിമാൻഡ് ചെയ്യിച്ച് ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. 2 ദിവസം എനിക്ക് കിടക്കേണ്ടി വന്നു. 2 പകൽ 1 രാത്രി എനിക്ക് കിടക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ ഇറങ്ങിപ്പോന്നു. ഇനി ആ കേസിന്റെ ഗതി എന്താവുമെന്ന് എനിക്കറിയാം. ബന്ധപ്പെട്ട വകുപ്പിലുള്ള പോലീസുകാർ നല്ലോണം പണി വാങ്ങുകയും ചെയ്യും, പെൻഷൻ വാങ്ങുന്ന ഒരു ഉറപ്പും എനിക്കില്ല. അത് ഷാജസ്ക്ക് അറിയാവുന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ വെറുതെ ഇരിക്കാനുമില്ല. അതുകൊണ്ട് ബെയിലബിൾ ആണ് എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തു. പക്ഷേ ഇതിനിടയിൽ ഒരു ദിവസം അനാവശ്യമായി ജയിലിൽ കിടന്നു. ഇതിനാരുത്തരം പറയും? പിണറായിയുടെ പകയ്ക്ക് സാബു ഇരയായതാണ്. അയാളുടെ മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കി അയാളെ ജയിലിൽ അടച്ചതിൻ്റെ ഉത്തരവാദി ആരാണ്? കേരള പോലീസ് പിണറായിക്ക് വേണ്ടി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അനേകം ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. ആരുമൊന്നും ചോദിക്കില്ല എന്നതാണ് അവരുടെ വിശ്വാസം. എന്നാൽ സാബു കൊട്ടോട്ടി ഇത് വെറുതെ വിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീതിരഹിതമാണ് അയാൾ പ്രവർത്തിച്ചെന്നുണ്ടെങ്കിൽ പണി പാലം വെള്ളത്തിൽ കൊടുത്തിട്ട് തിരിച്ചിറങ്ങുള്ളൂ. ഇതാണ് അവസ്ഥ. അപ്പൊ ഇത്തരത്തിൽ ഒരു കേസ് വന്നപ്പോ അതിന്റെ വസ്തുതയാണോ ശരിയാണോ തെറ്റാണോ എന്തെന്നറിയാതെ എന്റെ ചിത്രമടക്കം വെച്ച് കണ്ട് കളിച്ചിട്ടുള്ളവരാണ് ഇവിടുത്തെ ചാനലുകൾ. അവരാരും തന്നെ ആ ഏമാന്മാർ എന്നാൽ സ്റ്റേഷനിൽ വെച്ച് എന്റെ ഫോട്ടോ എടുത്തിട്ട് മീഡിയകൾ കൊടുത്തിട്ടുള്ള ഇതേ ഏമാന്മാർ ഇല്ലേ? അതിൽ രസം എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ കേസിൽ കുടിക്കുക ഒരു ഏമാൻ പെണ്ണ് കേസിൽ വലിയ കേസിൽ പ്രതിയായിപ്പോ, വലിയ കേസിൽ പ്രതിയാ. പാർട്ടി CPM സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അത്തരത്തിലുള്ള കേസിലൊന്നും പെട്ടില്ല. എന്നിട്ട് നമ്മുടെ ജയിലിലാക്കി. ആ ഏമാൻ എന്റെ ഇൻഡാസിൽ ഒപ്പുവെച്ച ഏമാൻ പെണ്ണ് കേസിൽ പ്രതിയായി പിടിച്ചുകൊണ്ടുവന്ന പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം ചാമ്പിയ കേസിൽ പ്രതിയാണ്. ഒരാൾ ആത്മഹത്യം ചെയ്തു കഴിഞ്ഞ ദിവസം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അത്. ആ പോലീസ് ഏമാന്മാരുടെ ഈ പറഞ്ഞ പോലീസ് ഏമാന്മാരുടെ ഇവിടെ കള്ളു കുടിച്ചുകൊണ്ട് പൊതുസ്ഥലത്തിരുന്നതും പോലീസ് സ്റ്റേഷൻ മുന്നിലിരുന്ന് കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞ് യൂണിഫോം എടുത്തിട്ട് പണിയെടുത്ത് ഈ ഏമാന്മാരുടെ ചിത്രമൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരൊറ്റെണ്ണത്തിന്റെ ചിത്രം ഇവർ പുറത്തു വിട്ടിട്ടില്ല. അവർ സസ്പെൻഷനിലായെന്ന് പറയുന്നു, വകുപ്പ് തല നടപടി വരുമെന്ന് പറയുന്നുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവരുടെ മുഖം പൂഴ്ത്തി വെക്കാൻ എന്തൊരു തിടുക്കമാണെന്നറിയോ? ഏതെങ്കിലും ഒരു അത്തപ്പാടി അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ഒരു കേസുണ്ടായാൽ മതി, അവന്റെ ചിത്രം എടുത്തിട്ട് അവനെ അങ്ങോട്ട് നാടിട്ടൊക്കെ പ്ലാസ്റ്റിക് കാണിക്കും. സമീപത്തുള്ള ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് യൂട്യൂബ് ചാനലുകാരെങ്കിലും വിളിക്കും, അവർക്ക് കൊടുക്കും. എനിക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരു പോക്സോ കേസ് പ്രതി, അത് കള്ളക്കേസാണെന്ന് ഞാൻ വാർത്ത ചെയ്തതാ. അതിന്റെ പേരിൽ എനിക്ക് കേസുണ്ട്. അത് വ്യാജ കേസാണെന്ന് പറഞ്ഞതിൽ വേറൊരു കേസുണ്ട്. വർഷങ്ങളായി കേസ് നടക്കുന്നുണ്ട്. അതിൽ യഥാർത്ഥ കേസ് വെറുതെ വിട്ടു, പക്ഷെ എന്റെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് വ്യാജ കേസാണ്. 2 പ്രതികളുള്ളത്, 2ഉം കള്ളക്കേസാണ്. അത് ചമച്ചുണ്ടാക്കിയതാണ്. ഇന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇന്ന വക്കീൽ ഓഫീസിൽ വെച്ചാണ് ആ കേസ് ഫ്രെയിം ചെയ്തത് എന്ന് ഞാൻ കൃത്യമായി വീഡിയോ ചെയ്തു. ഇതേ ചാനലിൽ കിടപ്പുണ്ട് ആ വീഡിയോ. അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഞാൻ ഇന്ന് ലൈവ് ചെയ്തതാണ്. അതിനെ സംബന്ധിച്ചിട്ട് എനിക്ക് കേസുണ്ട്. അന്ന് ആ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അയാൾ കീഴടങ്ങിയതാണ്. പോലീസിൽ ചെന്ന് കീഴടങ്ങിയതാ. പോലീസുകാർ പണിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കീഴടങ്ങിയപ്പോ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് വിദേശത്തുള്ള ഇരുന്നുണ്ട് യൂട്യൂബിൽ കിടന്ന് ആടുന്ന ഒരു പെണ്ണുണ്ട്, അവൾക്ക് വരെ ഇവര് അയച്ചു കൊടുത്തു. അവളുടെ യൂട്യൂബ് വീഡിയോയിൽ ഒരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് വീഡിയോ വന്നു, ഇയാളെ പടം വെച്ചുകൊണ്ട്. ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇയാളുടെ ഫോട്ടോ അയാൾക്ക് ഇങ്ങനെ കിട്ടി, ഓൾക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ അത്തരത്തിൽ നാറ്റി സകല പത്രങ്ങളിലും കൊടുത്തു, സകല ചാനലിലും കൊടുത്തു. തെളിവെടുപ്പിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടു നടന്നു, നാണം കെടുത്തി ഇതെല്ലാം ചെയ്തു. അവസാനം കേസ് വെറുതെ വിട്ടു. യാതൊരു തുമ്പുമില്ല വാലുമില്ല. ആ കേസ് നടന്നിട്ടേ ഇല്ല. അത് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ തെളിഞ്ഞപ്പോ ഇങ്ങനെ കൊണ്ടു നടന്ന ഈ പാവപ്പെട്ടവന്റെ ഗതി എന്താണെന്ന് ആലോചിച്ച് നോക്ക്, ഒന്നാലോചിച്ച് നോക്ക്. അപ്പൊ ഈ തണ്ടിത്തരം കാണിക്കുന്ന ഇതേ പോലീസുകാർ അവർ അതിനേക്കാളും വലിയ തണ്ടിത്തരം കാണിക്കുമ്പോൾ, ചെണ്ടിത്തരം കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ മുഖം ഇങ്ങനെ എടുത്തു കാണിക്കാൻ ഈ ചാനൽ എന്ന് പറയുന്ന ഇരട്ടത്താപ്പുകാരന്മാർക്ക് പറ്റാത്തത്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇനി ഇതിന്റെ താഴെ അടുത്തൊരു ചോദ്യം വരും. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കൂടെ കാണിച്ചൂടെ? നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർ കുറ്റം പറയുന്നത്? കിട്ടണ്ടേ? കിട്ടിയാൽ കൊടുക്കും. കിട്ടുന്നില്ല, അവരെ തരില്ല. കാരണം അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതായത് പിണറായി സത്തെയും പിണറായിയും പറയുന്ന ആ വകുപ്പ് അവരെ താങ്ങി നിർത്തുന്ന പോലീസുകാർക്ക് ഇവിടെ എന്ത് തോന്നിയ ദിവസം കാണിക്കാം, എവിടെ നിന്നും കള്ളു കുടിക്കാം, ആരെയും കള്ളക്കേസിലകത്തിടാം, ഏത് പാതിരാത്രിയും ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകാം, ഇതെല്ലാം ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിനെ തട്ടിക്കൊണ്ടുപോയത് അതിന് കൂട്ടു നിൽക്കാത്ത കുറച്ച് പോലീസുകാരുണ്ട്. അവർ വിവരം കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് അവരെ മാറ്റി നിർത്തിയെന്നും കേട്ടു. അത് ശരിക്കുള്ള പോലീസുകാരോട് ഉണ്ട്.
അതാണ് ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. പോലീസുകാർ ഇവിടെ ഉണ്ട്. ആ പോലീസുകാർ ഈ അധർമ്മത്തിന് കൂട്ടു നിൽക്കൂല, അവരിന് തയ്യാറാവൂല, അവർ ലീവ് എടുത്ത് വീട്ടിലിരിക്കും. എന്നാൽ ഇപ്പുറത്ത് എന്ത് തോന്നിയാസം കാണിച്ചാലും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരു വിഭാഗം പോലീസുകാർ, അവരിൽ കുറച്ചെണ്ണമാണ് ഇമാതിരിയുള്ള ചട്ടത്തരം കാണിച്ചത്. എന്താണ്? ഗുരുതരമായ കുറ്റം. ഒരു പൗരൻ, ഒരു സാധാരണക്കാരനാണ് ഇതുപോലെ ഏതെങ്കിലും റോഡ് സൈഡിൽ ഒരു വണ്ടി നിർത്തിയിട്ടിരുന്ന് കള്ളു കുടിച്ചിരുന്നെങ്കിൽ ഇവർ ഏത് രീതിയിൽ ആഘോഷിച്ചേനെ? അവന്റെ മുഖമെടുത്ത് പേപ്പറിലും ചാനലിലും ഇട്ടങ്ങോട്ട് ആൾക്ക് ആഘോഷിക്കില്ലേ? FIR ഇട്ടങ്ങോട്ട് നീട്ടൂലേ? ഇവർക്ക് പേരുള്ള FIR എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലും ലഭ്യമല്ല. FIR ലഭ്യമല്ല എന്നാണ് പറയുന്നത്. കാര്യം ലഭ്യമാകൂല, അവർ പൂട്ടിവെക്കുക, ആരും കാണരുത്, ആരാണെന്ന് പോലും കാണരുത്. പക്ഷെ പേരെന്തായാലും പുറത്തു വന്നു, ഫോട്ടോ പുറത്തു വിടണം. ഇവന്മാരാണ് ഈ പറയുന്ന വിദ്വാൻമാർ, ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ നീതിപാലന രംഗത്ത് എന്താ പറയാ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നവർ, നീതിയുടെ പടവാള എന്ത് നിൽക്കുന്നവർ എന്ന് ജനമൊന്ന് അറിയട്ടെ എന്ന്. ജനങ്ങൾക്കും ഉണ്ടല്ലോ അതിനുള്ളൊരു അവകാശം എന്ന് പറയുന്നത്. ജനമാണല്ലോ ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്നത്. ജനങ്ങളാണല്ലോ ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അവന്റെയൊക്കെ മുഖം എടുത്തു വെക്കേണ്ടത് നമ്മൾ കാണണം. ഈ ചാനൽ മുതലാളിമാർക്കും ഈ പറഞ്ഞ റിപ്പോർട്ടർമാർക്കും ഒരു അല്പമെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വാർത്ത ഒരു അല്പമെങ്കിലും സത്യസന്ധമായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെടുത്ത് കാണിക്കട്ടെ, ഒരു 5 എണ്ണം ഒന്ന് കാണട്ടെ, നമ്മളെല്ലാവരും ഒന്ന് കാണട്ടെ. ഈ മഹാ വിദ്വാൻമാരെ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ FIR നമ്പർ കൂടെ ഒന്ന് പറയും. നമ്പർ കിട്ടിയിട്ട് കാര്യമില്ല, അത് ഹൈഡാക്കി വെച്ചിട്ടുണ്ടാവും, അതാണ് ഒരു രീതി. ഇവിടെ പാവപ്പെട്ടവനാണെങ്കിൽ ഒരു നീതി, ബാക്കിയുള്ളവർ അധികാരവും പണവും സ്വാധീനവും പവറും ഉള്ളവനാണെന്നുണ്ടെങ്കിൽ വേറൊരു നീതി, ഇല്ലേ? ഇതാണ് പിണറായി കാലത്തെ പോലീസിംഗ്. Different angles. Don't forget to subscribe and support this channel.